എനിക്കൊന്ന് കാണാനായിട്ടെങ്കിലും ഏട്ടനൊന്ന് കൊണ്ടുവരായിരുന്നു ഏട്ടത്തി. അതിനൊക്കെ ഇനി എത്ര സമയം ഇരിക്കുന്നു ദേവ? വളരെ അത്യാവശ്യം എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളല്ലേ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞപ്പോ ആശ്വാസമായി. ബാക്കിയൊക്കെ അതിൻ്റെതായ കാലത്തും സമയത്തും നടന്നോളും. അപ്പോ തറവാട്ടിലേക്ക് തിരിച്ചു പോണ കാര്യം ഏട്ടനോട് ഇനി പറയണ്ട. വേണ്ട, ഇത്രയും കാലമായില്ലേ. നിന്റെ ഏട്ടത്തിക്ക് ഞാനില്ലാതെ ജീവിക്കാനൊക്കെ ശീലമായിട്ടുണ്ടാവും. മോളെയാണെങ്കിൽ നിന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ. അത് തന്നെ ഞാനും പറയുന്നത്. ഒരർത്ഥത്തിൽ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാനാ ഏട്ടന് ഈ വേഷം ധരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഏട്ടനും ഏട്ടത്തിക്കും സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ആ പാവത്തിനൊരു തുണയായിട്ടെങ്കിലും ഏട്ടൻ ഇനി തറവാട്ടി കഴിഞ്ഞൂടെ? വേണ്ട ദേവ, ഞാനിനി ഇവിടെയൊക്കെ തന്നെ കാണും. എന്നാലും അത് വേണ്ട. ഞാൻ ഇറങ്ങുക. മോളെ, എന്റെ മോളെ നീ കാത്തു സൂക്ഷിച്ചാ മാത്രം മതി. ഇറങ്ങുക കുട്ടി. അതിനു മുമ്പ് ഒന്നിങ്ങോട്ട് വരൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. വാ മോളെ. മോളെ, ഇതുപോലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത കള്ളങ്ങളാ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞത്. എന്നാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ല, സംതൃപ്തി തന്നെയാ തോന്നുന്നത്. തൽക്കാലം നീ ഗീതയെക്കുറിച്ചൊന്നും ജയദേവനോട് ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. അല്ലാതെ തന്നെ നീ അവന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞോളും. അതാണ് പ്രപഞ്ച സത്യം. വല്യച്ഛ, എന്തെങ്കിലും എല്ലാം അറിയുമ്പോ നമ്മളൊക്കെ ചേർന്ന് ചതിക്കായിരുന്നോന്നും മറ്റോ അച്ഛന് തോന്നിപ്പോവോ? ഏയ്, അങ്ങനെ ഒരു പേടി മോളുടെ മനസ്സിൽ വേണ്ട. ഒക്കെ ചെയ്തത് വല്യച്ഛനല്ലേ. അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും വല്യച്ഛന്റെ പക്കലുണ്ട്. ആ, പിന്നൊരു കാര്യം, മോളുടെ അച്ഛൻ ഇപ്പോ വേറൊരു ഭാര്യയുള്ള കാര്യം മോൾക്കറിയാലോ. അവര് വന്നാൽ സ്വന്തം അമ്മയെ പോലെ കരുതണം. നിനക്കും നിന്റെ അമ്മയ്ക്കും ജയദേവനെ നഷ്ടപ്പെടാനുള്ള കാരണം ഒരിക്കലും അവരല്ല. അതുകൂടി മോളുടെ മനസ്സിലുണ്ടാകണം എന്ന് പറയാനാ വല്യച്ഛൻ വിളിച്ചത്. എനിക്കറിയാം വല്യച്ഛ, ഞാൻ ആർക്കും ഒരു വിഷമം ഉണ്ടാക്കില്ല. മതി, വല്യച്ഛനിപ്പോ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ കുട്ടി. കാലം ചെല്ലുമ്പോ നിന്റെ എല്ലാ സങ്കടങ്ങളും മാറും. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു കിട്ടും. അതിനായി എൻ്റെ മനസ്സും പ്രാർത്ഥനയും എന്നും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. വിശ്വേട്ടാ, ഇതെന്താ അച്ഛനും മോക്കും പിരിയാനുള്ള വിഷമാണോ? ഏയ്, അമ്മയെ പിരിയേണ്ടി വന്ന വിഷമേ ഇവൾക്കുള്ളൂ. അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണവും കൊടുക്കാൻ ഇനി നീയുണ്ടല്ലോ. ഞാനിവളെ ശരിക്കും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി
പിന്നൊരിക്കൽ വരാം. വാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. വിശ്വേട്ടന്റെ ഫോൺ വന്നോ? ഇല്ല. നിനക്ക് വല്ല വിവരം കിട്ടിയോന്നറിയാനാ ഞാൻ ഓടി വന്നേ. വിശ്വേട്ടൻ ഹമീദ്ക്കയുടെ ഫോണിൽ വിളിക്കാന്നാ പറഞ്ഞത്. ഇവിടുത്തെ ഫോൺ 2 ദിവസമായിട്ട് കേടാ. എന്നാ വിളിച്ചു കാണും. ഇക്ക ഓഫീസിലല്ലേ. ഇനിയിപ്പോ അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ എന്നെ വിളിച്ചു വിവരം പറയൂ. ഇപ്പോഴെങ്ങനെ വിളിച്ചാലോ ലേലേ? സാരല്ലെന്നേ. ഞാൻ ചെന്നിട്ട് ഇക്കായെ അങ്ങോട്ട് വിളിച്ച് വിവരം അന്വേഷിച്ചോളാം. ആ, ചെലപ്പോ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി വിവരം നേരിട്ട് വന്ന് പറയാന്ന് കരുതി കാണും. എന്റെ ഈശ്വര, അതുവരെ ഞാൻ എന്താ ചെയ്യാ? മോള് പോയിട്ട് എന്തായിന്നറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അതിനെന്തിനാ നീ ഇങ്ങനെ ബേജാറാവുന്നേ? വേറെങ്ങുമല്ലല്ലോ അവള് പോയിരിക്കുന്നേ. സ്വന്തം അച്ഛന്റെ അടുത്തേക്കല്ലേ. കൊണ്ടുപോയിരിക്കുന്നാണെങ്കിലോ വല്യച്ഛനും. എന്നാലും സ്വന്തം മോളാണെന്ന് ദേവേട്ടൻ അറിയില്ലല്ലോ. ദേഷ്യം വന്നാ പണ്ടേ വകതിരിവില്ലാതെ പെരുമാറുന്ന ആളാ. ഒരഭയാർത്ഥിയെ പോലെ കയറി ചെല്ലുന്ന കുട്ടിയോട് എങ്ങനെ പെരുമാറും എന്തോ. ആശിച്ചു ചെന്നിട്ട് എന്റെ മോൾക്ക് അച്ഛന്റെ കറുത്ത മുഖം കണ്ട് കരയേണ്ടി വരുമെന്നാ ഇപ്പൊ എന്റെ പേടി. നിന്റെ ഒരു പേടി. വിശ്വേട്ടനല്ലേ കൂടെയുള്ളത്. സ്വന്തം ഏട്ടൻ കൈപിടിച്ചേൽപ്പിക്കുന്ന കുട്ടിയോട് ആരെങ്കിലും സ്നേഹക്കുറവ് കാണിക്കുവോ? എന്റെ പേടി ജയദേവന്റെ പുതിയ ഭാര്യയെക്കുറിച്ചാ. വേറെ ഏതോ നാട്ടിൽ വളർന്ന അവള് നമ്മുടെ മോളോട്. എന്റെ ഈശ്വര, അക്കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചില്ല. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. നീ ഇനി അത് മനസ്സിലിട്ട് ഓരോ ദുസ്വപ്നം കാണാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാ ജയ ഇങ്ങ് തിരിച്ചു വന്നോളൂ. ഹാ, ഒരു കണക്കിന് അതാ നല്ലത്. നിന്റെ വില എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അച്ഛന്റെ ഒപ്പം കഴിയാനുള്ള അവളുടെ ആഗ്രഹവും തീർന്നു കിട്ടും. ഹലോ. ഹലോ ജെഡി, ഇറ്റ്സ് മീ. ആ നാദര, റെക്കോർഡിംഗ് കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. ഫൈനൽ റൗണ്ട് കഴിഞ്ഞതാ. ഇപ്പൊ ഞാൻ എത്തിയതേ ഉള്ളൂ. ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പിയാ. ആ സ്ഥിതിക്ക് എന്റെ വോയിസ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. ദാറ്റ്സ് അനദർ തിങ്. നിന്റെ വർക്കിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ? ഓഫ് കോഴ്സ്, ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ കൂടുതൽ. ഗുഡ്. ഇതൊരു പുതിയ സ്വരസാന്നിധ്യത്തിന്റെ തുടക്കമാണ്. JD's പ്രൊഫസി ഫലിച്ചില്ലെങ്കിൽ ഐ വിൽ ക്ലോസ് ഡൗൺ ഷോപ്പ്. ഞാൻ എന്റെ പേന താഴെ വയ്ക്കും. അയ്യോ, ചതിക്കല്ലേ. ജെഡിയുടെ തൂലികയുടെ ചലനം ഒരിക്കലും നിലയ്ക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാദിര പാടാനിറങ്ങിയതെന്നറിയാലോ. പിന്നെന്തിനാ ജെഡി ഇങ്ങനെ ഓരോ അറം പറ്റുന്ന വാക്കുകൾ പറയുന്നേ? അപ്പൊ നിനക്കെന്റെ പ്രവചനത്തിൽ വിശ്വാസമില്ലെന്നാണോ? വിശ്വാസമൊക്കെ തന്നെയാ ജെഡി. ജെഡിയുടെ വാക്കുകൾ ഫലിച്ചോട്ടെ. പക്ഷേ എന്റെ സ്വരങ്ങൾക്കും എത്രയോ മുകളിലായിരിക്കണം ജെഡിയുടെ അക്ഷരങ്ങൾ. അതാ എനിക്കിഷ്ടം. ഗായികയായ നാദിര എന്നറിയപ്പെടുന്നതിനേക്കാൾ എഴുത്തുകാരനായ ജെഡിയുടെ ഭാര്യ എന്നറിയപ്പെടാനാ എന്റെ മനസ്സ് കൊതിക്കുന്നേ. അതെനിക്കറിയില്ലടാ. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ ദ ന്യൂ മ്യൂസിക്കൽ സെൻസേഷൻ നാദിര. ഏയ്, പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? അത് പറ. ഇവിടെ ഒരു വിശേഷമുണ്ട്. എന്തു വിശേഷം? അതൊരു സർപ്രൈസാ. താൻ വന്നിട്ട് പറയാം. എപ്പോഴാ തന്റെ റിട്ടേൺ? ഇന്നെന്നെ പുറപ്പെടായിരുന്നു. പക്ഷേ പാട്ടിന്റെ മിക്സിംഗ് കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ രവിശങ്കർ പറഞ്ഞു. നാളെ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിന് ഞാൻ കൊച്ചിയിലെത്തും. ഓക്കെ. എയർപോർട്ടിൽ ഞാൻ വരണോ? അയ്യോ, വേണ്ട വേണ്ട. വെറുതെ എഴുത്തിന്റെ മൂഡ് കളയണ്ട. ഞാനങ്ങ് എത്തിക്കൊള്ളാം. ശരി, ടേക്ക് കെയർ. ബൈ.
വരൂ. ആ. എന്തെങ്കിലും വിവരമുണ്ടോ ഹമീദ് ക? ആ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ വിശ്വട്ടൻ വിളിച്ചേ. അത് കഴിഞ്ഞ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. എന്നിട്ട് വിശ്വട്ടിന് എന്താ പറഞ്ഞ മോളുടെ കാര്യം? ഒരു കുഴപ്പമില്ല. ജയദേവന്റെ കാലുതൊട്ട് വന്നിച്ചിട്ടാ മോളകത്തോട്ട് കയറിയത്. പോരാൻ നേരത്ത് ഒരിക്കൽ കൂടി അവളെ വിളിച്ച് ജയദേവന്റെ കയ്യിലേൽപ്പിച്ചിട്ടേ വിശ്വട്ടെ ഇറങ്ങിയുള്ളൂന്നും പറഞ്ഞു. കാര്യം അവള് സ്വന്തം മോളാണെന്ന് അറിയില്ലെങ്കിലും വിശ്വട്ടെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ജയദേവൻ അവളെ കരുതലോടെ തന്നെ നോക്കും. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വിഷമം ഗീതയ്ക്ക് വേണ്ട. ഇവൾക്കിപ്പോ ഇവിടെ ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമേ ഉള്ളൂ, അല്ലേ ഗീതേ? അതെ, അതും ഒരു വിഷമം. ഇനിയും ഞാൻ എൻ്റെ മോളെ എപ്പ കാണൂന്നറിയാത്തതിന്റെ ഒരു ഈയൊരു രാത്രി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. പിന്നെ അതൊരു ശീലമായിരിക്കും. അങ്ങനെ തീർത്തു ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയൊന്നും ഗീതയ്ക്ക് വേണ്ട. തൊട്ടടുത്ത് ഞങ്ങളൊക്കെ ഇല്ലേ, വേണമെങ്കിൽ ലൈല ഇന്നിവിടെ നിന്നോട്ടെ. ഏയ് വേണ്ട. എന്തായാലും ഞാനിതൊക്കെ ഇട്ട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. അച്ഛൻ പോയപ്പോ ദേവേട്ടനുണ്ടായിരുന്നു, ദേവേട്ടൻ പോയപ്പോ മോളും. ഇനിയിപ്പോ എനിക്കാരും പ്രതീക്ഷിക്കാനില്ലല്ലോ. അതെന്താ, ഇനി ഇങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞാണോ നിന്റെ മോൾ ഇവിടുന്ന് പോയത്? ദേ, വെറുതെ അതും ഇതും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. ജയമോൾ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. എന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നെ ലാളിക്കാത്ത, ഞാൻ എന്നൊരാൾ ഉണ്ടെന്ന് പോലും അറിയാത്ത പാവം അച്ഛൻ. അടുത്ത് ചെന്നിരുന്ന് ഞാൻ അച്ഛന്റെ മോളാണെന്ന് പറഞ്ഞാലോ? അതെ, എന്നാത്തിനാ ഇങ്ങനെ ചോര ഊറ്റി കുടിക്കുമ്പോൾ നോക്കി നിൽക്കുന്നത്? നീ യക്ഷിക്കുഞ്ഞാന്നോ? അയ്യോ, ഞാൻ ഇപ്പൊ എല്ലാം ആകാശത്തിലൂടെ അല്ലേ ഏർപ്പാടും. പണ്ടത്തെ പോലെ അടുത്ത് എന്ന് കഴുത്ത് കടിച്ച് ചോര കുടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നോക്കി നിന്നേച്ചാ മതി, ചോര വയറ്റിലോട്ട് എത്തിക്കോളും. മതി മതി, എൽദോയുടെ പ്രേതകഥയൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ പോവാ. പൊയ്ക്കോ, ഒഴിഞ്ഞൊഴിഞ്ഞു പൊയ്ക്കോ. പക്ഷേ പ്രേതത്തെ കാണാനുള്ള 6ാം കണ്ണുകൊണ്ട് നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ആരുടെ ചോര ഊറ്റി കുടിക്കാനാ നീ ഇവിടെ കടന്നുകൂടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അധികം വൈകാതെ അതും ഈ എൽദോ അറിയും. ആരാ?
എവിടെ പോയിരുന്നു? പെൻഷൻ വാങ്ങാൻ. ഞാൻ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ. അതെന്റെ പേരിൽ എഴുതി വെച്ചിട്ടാണല്ലോ പോയത്. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യനാണോ മണി? എനിക്കൊന്നും വേണ്ട. പോകുമ്പോ എന്നെ കൂടി വിളിച്ചാ മതിയായിരുന്നു. എങ്ങോട്ട്? ഇറങ്ങുമ്പോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, മരണം. പക്ഷേ ആയുസിന്റെ ബലം ഇവിടം വരെ എത്തിച്ചു. ചിതയിലേക്ക് എടുക്കുമ്പോഴല്ലാതെ ഈ താലി ഊരേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്രയ്ക്ക് പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും നമ്മുടെ പൊന്നുമോള് പോയതിന്റെ സങ്കടത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ തോന്നിയല്ലോ വിശ്വേട്ടന്. ഒന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. മരിക്കണം, പക്ഷേ എന്റെ മരണം നീ അറിയാനും പാടില്ല. അങ്ങനെ പോയതാ, ദൂരെ, ഭൂമി അവസാനിക്കുന്നിടത്തേക്ക്. പക്ഷേ അവസാനിച്ചില്ല. കുറച്ചു കാലായി പലരും പറഞ്ഞു കേൾക്കണു, കൊല്ലൂര് വെച്ച് കണ്ടു, കൊടുങ്ങല്ലൂര് കണ്ടു എന്നൊക്കെ. എന്നിട്ട് ഇവിടം വരെ ഒന്ന് വരാൻ ഇപ്പോഴല്ലേ തോന്നിയത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട് മണി, അപ്പോഴേ നടക്കൂ. എന്നാലും വന്നല്ലോ. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് ഇനി വിശ്വട്ടം പോകാവൂ. മണി, എനിക്കറിയാം, ഇനി എന്നെ കരയിക്കില്ലെന്ന്. ഞാൻ കാപ്പി ഉണ്ടാക്കാം. നല്ല പരിവേശം ഉണ്ടല്ലോ. ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, വിശ്വട്ടിന് കുളിക്കണോ? വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ഇപ്പൊ എടുക്കാം.